അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EV-DC ട്രാൻസ്മിഷൻ, ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ AC ട്രാൻസ്മിഷനാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് DC ട്രാൻസ്മിഷനാണ്. എന്തുകൊണ്ട് DC ട്രാൻസ്മിഷൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഏറ്റവും ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. HVDC എന്ന് പറയുന്നത് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ്, അതായത് എബോവ് 500 കിലോമീറ്റേഴ്സിനാണ് നമ്മൾ മോസ്റ്റ്ലി ഈ ഒരു ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ ബൾക്ക് പവർ ട്രാൻസ്മിഷനും കൂടിയാണ് നമ്മൾ HVDC നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സലി ഇലക്ട്രിക് പവർ ജനറേറ്റഡ്, ട്രാൻസ്മിറ്റഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ഇൻ ദി ഫോം ഓഫ് AC. നമുക്കറിയാം, നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും എന്തിലാണ്? AC-യിലാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് മേജറായിട്ട് റിക്വയർമെൻ്റ് ആയിട്ട് നിൽക്കുന്ന വോൾട്ടേജും AC തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ DC ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഓക്കെ, അതാണ് നമ്മളിവിടെ ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫോർ ലോങ് ഡിസ്റ്റൻസ് ബൾക്ക് ട്രാൻസ്മിഷൻ സം ഓഫ് ദി പ്രോബ്ലംസ് ആർ അസോസിയേറ്റഡ് വിത്ത് AC. ഈ ലോങ് ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ AC-യിൽ കുറേ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്? DC-യിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വേരിയേഷൻ ഇൻ ദ വോൾട്ടേജ് പ്രൊഫൈൽ, ഡിക്രീസ് ഇൻ പവർ ട്രാൻസ്ഫർ വിത്ത് ഡിസ്റ്റൻസ്. പിന്നെ കോമ്പൻസേഷൻ, നമുക്ക് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻസ് റിക്വയർമെൻ്റ് ആണ് ഏതിന്? AC ട്രാൻസ്മിഷൻ. പക്ഷേ ഇതെല്ലാം നമുക്ക് ഏതിൽ കുറയ്ക്കാൻ പറ്റും? DC-യിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓവർ ലോങ് ഡിസ്റ്റൻസ് ഡ്യൂ ടു ദ നീഡ് ഓഫ് കോമ്പൻസേഷൻ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ AC-യിൽ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പെർ കിലോമീറ്റർ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതൽ കൊണ്ടാണ് നമ്മൾ DC-യിലേക്ക് തന്നെ പോകാൻ കാരണം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇതാണ് ഒരു ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് EV-DC, ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, നമുക്ക് തന്നെ അറിയാം ഒരു AC വോൾട്ടേജ് എന്ന് പറയുന്നതിൻ്റെ വേവ് ഫോം ഇങ്ങനെയാണ്. ഈ വേവ് ഫോമിനെ നമ്മൾ ഒരു റെക്ടിഫയറിൽ കടത്തി വിടുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? DC വോൾട്ടേജ് കിട്ടുള്ളൂ. ഓക്കെ, DC ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിപ്പോൾ സെൻഡിങ് എൻഡ് ആണെന്ന് വിചാരിക്കാം, ഇത് റിസീവിങ് എൻഡും. ഓക്കെ, സെൻഡിങ് എൻഡിൽ നിന്ന് നമ്മൾ AC-നെ DC ആക്കി മാറ്റിയതിന് ശേഷം ഇതാണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എൻഡിൽ വീണ്ടും നമുക്ക് DC ആണ് കിട്ടുന്നത്. അതിന് നമ്മൾ വീണ്ടും ഇൻവേർട്ടറിലേക്ക് കൊടുത്തതിന് ശേഷമാണ് ആ DC-നെ AC ആക്കി മാറ്റുന്നത്. സോ നമുക്കിവിടെ എന്തൊക്കെ സാധനങ്ങൾ വേണം? സെൻഡിങ് എൻഡ് വോൾട്ടേജ് അതേപോലെ തന്നെ നമുക്ക് സെൻഡിങ് എൻഡിൻ്റെ സോഴ്സ് അതേപോലെ വേണം. റിസീവിങ് എൻഡിലും AC തന്നെ കിട്ടണം. നടുവിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മുടെ DC ആയതുകൊണ്ട് AC-നെ ആദ്യം DC-യിലേക്ക് മാറ്റണം, പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണം, എന്നിട്ട് DC-യിൽ നിന്നും വീണ്ടും നമ്മൾ AC-യിലേക്ക് മാറ്റണം. സോ വി ഹാവ് ടു കൺവേർട്ടേഴ്സ് ഹിയർ. നമുക്ക് രണ്ട് കൺവേർട്ടേഴ്സ് വേണം, ഒന്ന് റെക്ടിഫയറും ഒന്ന് ഇൻവേർട്ടറും. സോ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ റെക്ടിഫയർ? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ AC ടു DC-യും, ഇൻവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് DC ടു AC. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ടിപ്പിക്കൽ ലേഔട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, പിന്നെ നമുക്കിവിടെ ഒരു കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൺവേർട്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിച്ച് കൺവേർട്ടർ എന്നൊരു ബേസിക് നെയിമിൽ കൊടുത്തത്. ശരിക്കും ആക്ച്വലി ഇവിടെ ഒരു റെക്ടിഫയർ സർക്യൂട്ട് ആയിരിക്കും ഉണ്ടാവുക AC-നെ DC ആക്കാൻ വേണ്ടിയിട്ട്. ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ ലൈൻ ഇവിടെ നടക്കുന്നുണ്ട്, വീണ്ടും ഇവിടെ കൺവേർട്ടർ വരുന്നുണ്ട്, അവിടെ ഒരു ഇൻവേർട്ടർ ആയിരിക്കും ഉപയോഗിക്കുക. വീണ്ടും അവിടുത്തെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് റിസീവിംഗ് എൻഡിൽ നമ്മൾ വോൾട്ടേജ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ ലേഔട്ട് ഓഫ് HVDC സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അപ്പോഴേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞു റെക്ടിഫയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു HVDC. അതിനുശേഷം റെക്ടിഫയർ ചെയ്തും കൺവേർട്ട് ചെയ്തതിന് ശേഷം സ്റ്റേഷൻ B, അതായത് റിസീവിംഗ് എൻഡിന് ശേഷം അത് ഇൻവേർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് അപ്രോപ്രിയേറ്റ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ എൻഡിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പും റിസീവിംഗ് എൻഡിൽ നമ്മൾ സ്റ്റെപ്പ് ഡൗണും ചെയ്യാറുണ്ട്. പിന്നെ ഈ നടുവിൽ നടന്ന ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ലോസ് എന്ന് പറയുന്നത്, ഇപ്പോൾ PR എന്ന് പറഞ്ഞാൽ റിസീവിംഗ് എൻഡും PS എന്ന് പറയുന്നത് സെൻഡിങ് എൻഡും ആണെന്നുണ്ടെങ്കിൽ PR മൈനസ് PS ആയിരിക്കും ഈ നടുവിലുണ്ടായിരുന്ന ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പണൻസ് ഓഫ് HVDC സിസ്റ്റം, എന്തൊക്കെയാണ് ഒരു HVDC സിസ്റ്റത്തിൻ്റെ ബേസിക് കോമ്പണൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, അതിൻ്റെ ബേസിക് കോമ്പണൻ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ AC ബസ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിലുണ്ടാകുന്ന
ഹാർമോണിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു AC ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫോമർ നിങ്ങൾക്കറിയാം. കൺവേർട്ടറിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂസിനെ എത്രയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, എത്രയാണ് ഡിക്രീസ് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒരു കൺട്രോൾ സിസ്റ്റം കൊടുത്ത്. പിന്നെ ഒരു സ്മൂത്തിങ് റിയാക്ടർ ഉണ്ട്, ഒരു DC ഫിൽറ്റർ ഉണ്ട്, ട്രാൻസ്മിഷൻ കേബിൾ. ഓക്കെ, ഇതാണ് ഒരു മെയിനായിട്ടുള്ള ഒരു എന്താന്ന് പറയുന്നത് ഒരു കോമ്പണൻസ് ഓഫ് HVDC എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൺവേർട്ടർ സ്റ്റേഷൻ, കൺട്രോൾ യൂണിറ്റ്, കൺട്രോൾ വാൾവ്, ട്രാൻസ്ഫോമർ, ഫിൽറ്റേഴ്സിൽ AC ഫിൽറ്റർ ഉണ്ട്, DC ഫിൽറ്റർ ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ഫിൽറ്റർ ഉണ്ട്, റിയാക്റ്റീവ് പവർ സോഴ്സ് ഉണ്ട്, സ്മൂത്തിങ് റിയാക്ടർ ഉണ്ട്, HVDC സിസ്റ്റം പോളും ഉണ്ട്. ഓക്കെ, ഇത്രയാണ് മെയിൻ കോമ്പണൻസ്. ഇത് ഒരു ടിപ്പിക്കൽ ലേഔട്ടാണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ കോമ്പണൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ കൺവേർട്ടർ സ്റ്റേഷനാണ്. കൺവേർട്ടർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു AC to DC കൺവേർട്ട് ചെയ്യുന്ന റെക്ടിഫയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് 12 പൾസ് ബ്രിഡ്ജ് കൺവേർട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ടാവുക. അവിടെ നമ്മളധികം തൈരിസ്റ്റർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. തൈരിസ്റ്റർ, SCR അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് വേരിയസ് പവർ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മളിവിടെ ചെയ്യുന്നത് കൺവേർട്ടർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വിൽ ബി AC to DC ആണ് നമ്മളവിടെ കൺവേർട്ട് ചെയ്യുന്ന റെക്ടിഫയർ ആണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ കൺവേർട്ടർ യൂണിറ്റിൽ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 3 ഫേസ് ബ്രിഡ്ജ് കൺവേർട്ടർ ഉണ്ടാവും. 3 ഫേസ് ബ്രിഡ്ജ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ കൺവേർട്ടർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് AC to DC. ഇവിടെ 3 ഫേസ് നമ്മൾ സപ്ലൈ ഉപയോഗിക്കുന്നുണ്ട്. 3 ഫേസ് ബ്രിഡ്ജ് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇനിയൊരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, the converter is obtained by connecting 2 or 6 pulse bridges in series. അപ്പോൾ നമുക്ക് 12 പൾസ് കിട്ടുന്നതിന് 6 പൾസിൻ്റെ രണ്ടെണ്ണം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ 6 പൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ഫേസ്, ഫസ്റ്റ് 2 3 3 ഫേസസ്. അപ്പോൾ ഇതിൽ ഓരോ ഫേസിലും നമുക്ക് 2 തൈരിസ്റ്റേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ടോട്ടലി വി ഹാവ് 6 തൈരിസ്റ്റർ ഇൻ എ സെറ്റ്. ഓക്കെ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ ട്രാൻസ്മിറ്റ് ഫ്രം AC to DC by using a rectifier circuit. പിന്നെ ഇവിടുത്തെ കൺവേർട്ടർ വാൾവ് എന്ന് പറയുന്നതിന് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു തൈരിസ്റ്റർ യൂണിറ്റിയാണ് നമ്മൾ കൺവേർട്ടർ വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് ഹാഫ് വേവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു തൈരിസ്റ്റർ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് കോൺഫിഗറേഷൻസ് നമുക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലം ഇവിടെ നമുക്ക് HVDCയിൽ 12 പൾസ്. ഈ പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തൈരിസ്റ്ററിനെയും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെയാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് 2 തൈരിസ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ വി നീഡ് ടു ഗിവ് 2 പൾസ്. ഇവിടെ നിന്നൊരു പൾസ്, ഇവിടെ നിന്നൊരു പൾസ്, 2 പൾസായി. അപ്പോൾ നമുക്കിവിടെ 12 തൈരിസ്റ്റർ ഉണ്ടെങ്കിൽ ആ 12 തൈരിസ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 12 പൾസ് കൊടുക്കണം. അതാണ് ഇവിടെ 12 പൾസ് കൺവേർട്ടർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്പർ ഓഫ് തൈരിസ്റ്റർ വാൾവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിക്വയർഡ് വോൾട്ടേജ് അക്രോസ് ദി വാൾവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതേപോലെ നമുക്കതിൽ ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കോൺഫിഗറേഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. തൽക്കാലം ഇപ്പോൾ നമുക്ക് 12 പൾസുള്ള ഒരു കൺവേർട്ടർ യൂണിറ്റാണ് അവിടെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാം. പിന്നെ കൺവേർട്ടർ ട്രാൻസ്ഫോമർ നമുക്ക് ഉപയോഗിക്കുന്നത്, അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. നമ്മളത് ഡയഗ്രാമിൽ കണ്ടതാണ്. പിന്നെ ഫിൽറ്റേഴ്സ്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റാണ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്മിഷനിൽ ACയും DC ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, HVDC ട്രാൻസ്മിഷനിൽ ഹാർമോണിക്സ് നമുക്ക് ജനറേറ്റ് ചെയ്യും. സോ ഈ ഹാർമോണിക്സ് സിസ്റ്റത്തിൽ ഇൻജെക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതേപോലെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ AC ഹാർമോണിക്സ് ആർ ഇൻജെക്റ്റഡ് ഇൻ ദി AC സിസ്റ്റം, DC ഹാർമോണിക്സ് ആർ ഇൻജെക്റ്റഡ് ഇൻ ടു DC ലൈൻ. അപ്പോൾ ഹാർമോണിക്സിൽ നമുക്ക് ഓരോ സിസ്റ്റത്തിലും ഇൻജെക്റ്റ് ആയതിന് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഹാർമോണിക്സ് ആർ ഫോളോയിങ് അഡ്വാൻറ്റേജസ് എന്നല്ല, ഫോളോയിങ് ഡിസഡ്വാൻറ്റേജസ് എന്നാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്? ബിക്കോസ് ഇൻ്റർഫറൻസ് ഇൻ ടെലിഫോൺ ലൈൻ. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈനും പോകുന്നുണ്ട്, ഇവിടെ ഒരു ടെലിഫോൺ കേബിളും പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ACയുടെ കാരണം കൊണ്ട് ഇതിന് കുറേ ഇൻഫറൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഡ്യൂ ടു ഹാർമോണിക്സ് പവർ ലോസ് ഇൻ ദി മെഷീൻസ് ആൻഡ് കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ ദി സിസ്റ്റം. അപ്പോൾ ഈ ഹാർമോണിക്സ് കാരണം കൊണ്ട് മെഷീൻസിൽ പവർ ലോസ് ഒക്കെ ഉണ്ട്. മെഷീൻസ് റൊട്ടേറ്റ് ചെയ്യുന്നതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. നമ്മൾ മെഷീൻസ് പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്, ഹണ്ടിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിന് ചെറിയ ഹാർമോണിക്സ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മെഷീൻസ് വർക്ക് ചെയ്യുന്ന സ്മൂത്ത്നെസ് കുറയും.
അപ്പോൾ അത് മെഷീൻസിൽ ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഹാർമോണിക്സ് പ്രൊഡ്യൂസർ ഇൻ ദ റെസൊണൻസ് പിന്നെ അതേപോലെ ഹാർമോണിക്സ് പ്രൊഡ്യൂസർ റെസൊണൻസ് ഇൻ ദ AC സർക്യൂട്ട് റിസൾട്ടിങ് ഇൻ ഓവർ വോൾട്ടേജ്. അങ്ങനെ ഹാർമോണിക്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഓവർ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനും കാരണമാവും. ഇതെല്ലാം ഹാർമോണിക്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ആ ഹാർമോണിക്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നെല്ലാം അവോയ്ഡ് അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യങ്ങളുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയസ് ഫിൽറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, ഇനി എന്തൊക്കെ ഫിൽറ്റേഴ്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? ഫസ്റ്റ് വൺ AC ഫിൽറ്റർ. AC ഫിൽറ്റർ RLC സർക്യൂട്ട്, നമ്മൾ റെസിസ്റ്റൻസും ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെ ചേർത്തിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നെയായിരിക്കും. ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ ഫേസ് ആൻഡ് ദി എർത്ത്. ഓക്കെ, ഫേസ് ആൻഡ് ദി എർത്ത് ആണ് അതുപോലെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓഫർ ലോ ഇമ്പിഡൻസ് ടു ദി ഹാർമോണിക്സ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹാർമോണിക്സ് വോൾട്ടേജിന് നമ്മൾ ആ ഒരു പാത്ത് ലോ ഇമ്പിഡൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലൂടെ ഹാർമോണിക്സ് ട്രാവൽ ചെയ്യും. അപ്പോൾ ഹാർമോണിക്സ് കറണ്ട് ഈസ് പാസ്ഡ് ടു ദി എർത്ത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ACയിലുണ്ടായിരുന്ന ഹാർമോണിക്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബോത്ത് ട്യൂൺഡ് ആൻഡ് ഡാംപ്ഡ് ഫിൽറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് ട്യൂൺഡ് ആയിട്ടുള്ള ഡാംപ്ഡ് ഫിൽറ്റേഴ്സും നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ AC ഫിൽറ്റേഴ്സ് ഹാർമോണിക് ഫിൽറ്റർ ഈസ് ആൾസോ പ്രൊവൈഡ്. നമുക്ക് ഒരു ഹാർമോണിക് ഫിൽറ്റേഴ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഹാർമോണിക്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഹാർമോണിക്സിനെ അവോയ്ഡ് ചെയ്തിട്ട് സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ DC ഫിൽറ്റേഴ്സ്. DC ഫിൽറ്റർ എവിടെ കണക്ട് ചെയ്യുക, പോൾ ബസ്സും ന്യൂട്രൽ ബസ്സും. ഓക്കെ, ഇത് തമ്മിലാണ് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡെലിവർ ദ DC ഹാർമോണിക്സ് ടു ദി to enter and prevent them from entering the DC line. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് ചെയ്യും, അവിടുത്തെ DC ഫിൽറ്റേഴ്സ് ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ ആ DC ഫിൽറ്റേഴ്സ് നമുക്ക് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ DC ഹാർമോണിക്സ് കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈ ഫ്രീക്വൻസി ഫിൽറ്റേഴ്സ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the high voltage HVDC converter may produce the electrical noise with carrier frequency from the band of ഇത്രയും റേഞ്ചസിലുള്ള വാല്യൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ ഹൈ ഫ്രീക്വൻസി ഫിൽറ്റേഴ്സ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫറൻസും നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ കാരണം കമ്മ്യൂണിക്കേഷൻ ലൈനിൽ ഉണ്ടാകുന്ന ഇൻഫറൻസിനെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്രീക്വൻസി ഫിൽറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ റിയാക്റ്റീവ് പവർ സോഴ്സ്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരു ട്രാൻസ്മിഷനിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് പവറും ഉണ്ട്, റിയാക്റ്റീവ് പവറും ഉണ്ട്. സോ റിയാക്റ്റീവ് പവർ നമുക്ക് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ റിയാക്റ്റീവ് പവർ നമുക്ക് ആവശ്യത്തിന് വേണം, ആവശ്യത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യുകയും വേണം. സോ അതിനാവശ്യമായിട്ടുള്ള വേരിയസ് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് റിയാക്റ്റീവ് പവർ സോഴ്സ് എന്നവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിനുള്ള കുറേ സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിങ്ക്രോണസ് ഫേസ് മോഡിഫയർ, സ്റ്റാറ്റിക് വാർ സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു സ്മൂത്തിങ് റിയാക്ടർ ഉപയോഗിക്കുന്നുണ്ട്. സ്മൂത്തിങ് റിയാക്ടർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ DC-യിലുള്ള റിപ്പിൾസ്, അൺവാണ്ടഡ് AC സിഗ്നൽസിൻ്റെ DC-നെ നമ്മൾ റിപ്പിൾ എന്ന് പറയാം. ആ റിപ്പിളിനെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദേ ഡിക്രീസ് ദ ഹാർമോണിക് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ DC ലൈൻ. പിന്നെ ടു ലിമിറ്റ് ദി ഫാൾട്ട് കറണ്ട് ഇൻ ദ DC ലൈൻ. ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്മൂത്തിങ് റിയാക്ടർ ഉപയോഗിക്കാറുണ്ട്. സ്മൂത്തിങ് റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ ഫീൽഡ് അല്ലെങ്കിൽ ഓയിൽ കൂൾഡ് റിയാക്ടറിനെയാണ് നമ്മൾ പറയുന്നത്. റിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഡക്റ്റീവ് കോറിനെയാണ് നമ്മൾ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി കൺവെർട്ടർ ബിഫോർ ദ DC ഫിൽറ്റർ. DC ഫിൽറ്ററിന് തൊട്ട് മുന്നേ നമ്മളത് കണക്ട് ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ സ്മൂത്തിങ് റിയാക്ടർ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അതിന് നമുക്ക് നോക്കാം. HVDC വെച്ചിട്ട് നമുക്ക് ലോങ് ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റും, എക്സ്പെൻസ് കുറവാണ്. പിന്നെ ബൾക്ക് പവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ AC സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം ഇനിയൊരു സിസ്റ്റം കൂടെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി മാച്ച് ആക്കണം എന്നുള്ളത്, സിങ്ക്രോണൈസ് ചെയ്യണമെന്നൊരു ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് DC-യിൽ ഫ്രീക്വൻസി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസിലി ക്യാൻ ബി സിങ്ക്രോണൈസ്ഡ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇൻഡക്റ്റർ ആൻഡ് കപ്പാസിറ്റി പാരാമീറ്റർ ഡു നോട്ട് ടു ലിമിറ്റ് ദി ട്രാൻസ്മിഷൻ കപ്പാസിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു കപ്പാസിറ്റിയുടെ വാല്യൂ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത്ത് നമ്മൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇഷ്യൂ നമുക്കിവിടെ ഇല്ല. പിന്നെ സ്കിൻ എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഡ്യൂറിങ് ദി ബാഡ് വെതർ കണ്ടീഷൻ കൊറോണ ലോസ് റേഡിയോ ഇൻഫറൻസ് ആർ ലോ ഫോർ HVDC. കൊറോണ ലോസും കുറവാണ്,
റേഡിയോ ഇൻ്റർഫറൻസും ഇതിൽ കുറവാണ്, HVDCയിൽ കുറവാണ്. പിന്നെ കുറവാണെന്ന് പറഞ്ഞാൽ വെൽ കമ്പാരിങ് ടു എ സി കുറവാണെന്ന് മാത്രമേ. ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഇൻഡക്റ്റൻസ് ഇൻ DC, HVDC ലൈൻ ഓഫർ ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻസ്. പിന്നെ ട്രാൻസ്മിഷൻ ലൈനിലുള്ള ഇൻഫറൻസ് കുറവാണ് HVDCയിൽ. പിന്നെ അതേപോലെ കുറേ കൺട്രീസിൽ 50 ഹെർട്സ് ഉപയോഗിക്കുന്നുണ്ട്, കുറേ കൺട്രീസ് 60 ഹെർട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് HVDC നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദറ്റ് പവർ ഗ്രിഡിൽ അല്ലെങ്കിൽ സിങ്ക്രോണസ്ലി രണ്ട് തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡ്യൂ ടു ദി ലെസ് നമ്പർ ഓഫ് കണ്ടക്ടർ, ഇൻസുലേഷൻ ഓവർ കോസ്റ്റ് ഓഫ് DC വിൽ ബി റെഡ്യൂസ്ഡ്. അങ്ങനെ പറഞ്ഞു. പിന്നെ ഇറ്റ് ഡസ് നോട്ട് അബ്സോർബ് ഓർ ജനറേറ്റ് റിയാക്റ്റീവ് പവർ, സോ ദ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. HVDCയിൽ റിയാക്റ്റീവ് പവറും കുറവായതുകൊണ്ട് നമുക്കൊരു റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ്റെ ആവശ്യം വലുതായിട്ട് നമുക്ക് വരുന്നില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും HVDC സിസ്റ്റത്തിൻ്റെ നമ്മളെ ബ്ലോക്ക് ഡയഗ്രാമിൽ അത് കണക്ട് ചെയ്യാറുണ്ട്. റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് അതിൽ കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. AC to DC യും DC to AC യും കൺവേർട്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. സോ ആ കൺവേർട്ടറിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഇൻവെർട്ടർ യൂസ്ഡ് ഇൻ ദ കൺവേർട്ടേഴ്സ് ഹാവ് എ ലിമിറ്റഡ് ഓവർലോഡ് കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് സാധാരണ ഈ സിസ്റ്റത്തിന് കുറച്ച് വാല്യൂസൊക്കെ നമുക്ക് പീക്ക് ടൈമിൽ കുറച്ച് ഓവർലോഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ HVDC സിസ്റ്റത്തിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എക്സ്പെൻസീവ് ആണ്, AC പോലെയല്ല. പിന്നെ നോ ട്രാൻസ്ഫോമർ ഇൻ HVDC സിസ്റ്റം, സോ നോ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ ഈസ് പോസിബിൾ. അപ്പോൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അവിടെ റിസീവ് ചെയ്ത് രണ്ടും DC ആണ് ചെയ്യുന്നത്. സോ DCനെ സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. AC അയക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ HVDC ലിങ്ക് ഇറ്റ് സെൽഫ് ഈസ് എ മോർ കോംപ്ലിക്കേറ്റഡ്. HVDCയിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഒക്കെ നമ്മളത് അടുത്ത സെഷനിൽ പഠിക്കുന്നുണ്ട്. ആ ലിങ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതും കുറച്ചും കഴിഞ്ഞിട്ട് പഠിക്കാം.